ഇന്നൊരു ചിക്കൻ കറി തന്നെ ഉണ്ടാക്കുന്നത്, പക്ഷേ എന്നും ഉണ്ടാക്കുന്ന രീതിയിലല്ലെന്നേ ഉള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പും 2 ഏലക്കായും 3-4 വറ്റൽമുളകും കുറച്ച് പെരുംജീരകവും കറിവേപ്പിലയും ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചതച്ച് വെച്ചതെല്ലാം അതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 2 സവാള വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ബ്രൗൺ കളർ ആകുമ്പം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി മിക്സിയുടെ ജാറിൽ അരച്ചതും കൂടെ ചേർത്ത് ഒരു 3-4 മിനിറ്റോളം ഒന്നും കൂടെ വഴറ്റിയെടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇനി ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇപ്പോൾ ഇതാ ചിക്കനിൽ നിന്ന് വെള്ളം നന്നായി ഇറങ്ങി വന്ന സമയത്ത് നമുക്കിതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ഇട്ട് ഇളക്കാൻ പാടില്ല, ചിക്കൻ നന്നായിട്ട് ഉടഞ്ഞു പോവും. അതുകൊണ്ട് വളരെ പതുക്കെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ, ഒന്ന് ട്രൈ ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.